എനിക്ക് പറ്റിയ ഒരു ആന മണ്ടത്തരം എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പം നിങ്ങളൊരു പക്ഷേ ചിന്തിച്ചേക്കാം, ഇതൊക്കെ എന്തിനാണ് ഒരു വീഡിയോ ആക്കിയത്, അല്ല ഇതിൻ്റെയൊക്കെ ആവശ്യം എന്താണ്? ഹെൽപ്പ് മീ ഒരു യൂട്യൂബ് ചാനലിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു എങ്കിൽ ആ വീഡിയോയുടെ തൊട്ട് താഴെ ചുമന്ന കളറിൽ സബ്സ്ക്രൈബ് എന്ന് എഴുതിയിരിക്കുന്നത് കണ്ടോ, അതൊന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ അതിന്റെ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ വന്ന് കണ്ടില്ലേ, അതുകൂടി പ്രസ് ചെയ്യുമ്പോൾ 3 ഓപ്ഷൻ വരും. അതിൽ ഓൾ എന്നുള്ളതൊന്ന് പ്രസ് ചെയ്താൽ ഞാൻ എപ്പോ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. ഓൾറെഡി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ കൂടി ഇങ്ങനെ ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓപ്ഷൻ ഓൾ ആക്കിയിട്ടുണ്ടോ എന്ന് ഒന്ന് ചെക്ക് ചെയ്യണേ. ഹലോ, ഹെഡ്മിലോടുന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബെൻസി. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? ദൈവകൃപയാൽ ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ അവസ്ഥയൊക്കെ ഞാൻ വ്ളോഗുകളിൽ കൂടി പറയുന്നുണ്ടല്ലോ, അപ്പോൾ അതങ്ങനെ തന്നെയുണ്ട്. അപ്പോൾ കുറേ പേര് അതിനെപ്പറ്റി ചോദിക്കുന്നുണ്ട് കേട്ടോ, യഥാർത്ഥത്തിൽ എന്താണ് കാലിൽ സംഭവിച്ചത്, എന്താണ് പ്രശ്നം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇത് 1 വർഷം മുമ്പേ ഉള്ളതാണല്ലോ, അപ്പോൾ അന്ന് ബോംബെ വെച്ച് ഞാൻ വ്ളോഗിൽ പറഞ്ഞിരുന്നു. എങ്കിലും വിശദമായിട്ട് ഞാനൊരു വീഡിയോ അതിനെക്കുറിച്ച് മാത്രമായിട്ട് ഇടാം, അപ്പോൾ എല്ലാവർക്കും മനസ്സിലാവുമല്ലോ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, നിങ്ങൾക്കറിയാമല്ലോ ഞാനിപ്പോൾ അത്യാവശ്യം കുറച്ച് കൃഷിയൊക്കെ ചെയ്യുന്നുണ്ട്. പുറത്തു നിന്നൊക്കെ സൗണ്ട് വരുന്നുണ്ട്. ഈ ബാക്ക് സൈഡിൽ ഒരു വീട്ടിൽ പണി നടക്കുന്നുണ്ട്, ആ സൈഡിൽ ഒരു വീട്ടിൽ പണി നടക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ സൗണ്ടുണ്ട്, ക്ഷമിക്കണേ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് കൃഷിയുടെ. എനിക്ക് പറ്റിയ ഒരു ആന മണ്ടത്തരം എന്ന് വേണമെങ്കിൽ പറയാം. കൃഷിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആദ്യമായിട്ടാണ് സ്വന്തമായിട്ട് കൃഷി ചെയ്യുന്നത്. അതായത് ജനിച്ച് വളർന്നപ്പോൾ തൊട്ടേ ഇതൊക്കെ കണ്ടാണ് വളർന്നത്. അതിൻ്റെ ഐഡിയ എനിക്കറിയാം. കാരണം ഞങ്ങളുടെ വീട്ടിൽ ഇപ്പോഴാണ് അയ്യത്ത് റബ്ബറൊക്കെ ആയത്. അതിന് മുമ്പ് വണ്ടിയൊക്കെ പോകുന്ന സൗണ്ട് ഉണ്ടായി. അപ്പോൾ അതിന് മുമ്പ് മാവ്, പ്ലാവ്, തെങ്ങ്, പറങ്കാവ്, കപ്പ, ചേന, കാച്ചിൽ, ചേമ്പ്, ഇഞ്ചി, മഞ്ഞൾ, ഇങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും വീട്ടിൽ ഉണ്ടായിരുന്നു. സമയാസമയങ്ങളിൽ ഇത് നടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, ജോലിക്കാരുടെ കൂടെ നിന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെ നമ്മൾ കണ്ടു പഠിക്കുമല്ലോ കുറേ കാര്യങ്ങൾ. വളം ചെയ്യുന്നത്, എന്തൊക്കെയാണ് ഇതിന് ചെയ്യേണ്ടത്, ഈവൻ നമ്മുടെ പയർ, വെണ്ട, തക്കാളി, ഇതൊക്കെ അമ്മ ഇതുപോലെ പയർ കുഴിച്ചിടുന്നതും വള്ളി കെട്ടി കൊടുക്കുന്നതും ഒക്കെ കണ്ടാണ് ഞാൻ വളർന്നത്. അപ്പോൾ ആ ഒരു ആഗ്രഹം ഉള്ളിൽ അന്ന് തൊട്ടേ ഉള്ളത് കൊണ്ടും, അപ്പോൾ ബോംബെയിലായിരുന്നപ്പോഴും ഇങ്ങനെ മനസ്സിലാഗ്രഹിച്ചിട്ടുണ്ട്, എന്ന് നാട്ടിൽ സെറ്റിലായാലും കുറച്ച് കൃഷിയൊക്കെ ചെയ്യണം, സ്വന്തമായിട്ട് നമ്മുടെ ആവശ്യത്തിനുള്ളത് വിളയിച്ചെടുക്കണം എന്നൊക്കെയുള്ളൊരു ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഇവിടെ വന്ന് തുടങ്ങിയത്. ദൈവകൃപയാൽ അത്യാവശ്യം നല്ല രീതിയിലൊക്കെ പോകുന്നുണ്ടായിരുന്നു. മുളക് തൈയൊക്കെ ആണെങ്കിലും കുറേ മുളക് തൈ ഉണ്ട്, അതിനകത്തൊക്കെ മുളക് പിടിച്ച് വരുന്നുണ്ട്. പിന്നെ മത്തനാണോ, കുമ്പളനാണോ, പടവലാണോ, വെള്ളരിയാണോ ഒന്നും അറിയാത്ത കുറേ സംഭവങ്ങൾ. അതായത് പച്ചക്കറി മേടിക്കുമ്പോൾ കിട്ടുന്ന നല്ല വിളഞ്ഞ അരികളെന്ന് തോന്നുന്നത് ഞാൻ ആ മണ്ണിലോട്ട് കുഴിച്ചിടും. എവിടെയൊക്കെ എന്തെന്നൊന്നും നോക്കത്തില്ല, ആ പറമ്പിലോട്ടിടും. അങ്ങനെയൊക്കെ കിളിച്ച് വന്നതാണ്. പറഞ്ഞു വരുന്നത്, ഇപ്പം നിങ്ങളൊരു പക്ഷേ ചിന്തിച്ചേക്കാം, ഇതൊക്കെ എന്തിനാണ് ഒരു വീഡിയോ ആക്കിയത്, അല്ല ഇതിൻ്റെയൊക്കെ ആവശ്യം എന്താണ് എന്ന് ചിന്തിച്ചേക്കാം. അപ്പോൾ സ്ഥിരമായിട്ട് എൻ്റെ വ്ളോഗ് കാണുന്ന പലർക്കും അറിയാം, കഴിഞ്ഞ ദിവസം ഞാനൊരു ഇരുമ്പ് ചീനച്ചട്ടി മയക്കുന്ന വിധം എന്നും പറഞ്ഞ് ഒരു വീഡിയോ ഇട്ടില്ലേ. അപ്പോൾ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് മയക്കുന്നത്, നന്നായിട്ട് കഴുകി ക്ലീനാക്കി എല്ലാം ഓക്കെ ആയി എന്ന് പറഞ്ഞാൽ വീഡിയോ അവിടെ നിർത്തായിരുന്നു. പക്ഷേ ഞാൻ അത് ചെയ്യാഞ്ഞത്, എന്നെ കാണുന്ന എൻ്റെ പ്രിയപ്പെട്ടവർ ഞാനത് മേടിച്ചത് കണ്ടിട്ട് ഇത് നല്ലതായിരിക്കും എന്നുള്ള ചിന്തയിൽ പോയി മേടിക്കരുത്. എനിക്ക് അതിനകത്ത് എന്തൊക്കെയാണോ നെഗറ്റീവായിട്ട് തോന്നിയത് അത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തപ്പോഴാണ് അനേകം പേർക്ക് ഇങ്ങനെ അബദ്ധം പറ്റി വാങ്ങിയതിൻ്റെ കമൻറ്റുകൾ അതിൽ കിടപ്പുണ്ട്. ഭയങ്കര സൗണ്ടല്ലേ, എന്ത് ചെയ്യാനാ? ഞാൻ വീഡിയോ എടുക്കാൻ വരുമ്പോൾ ഒന്നുകിൽ ഇങ്ങനത്തെ സൗണ്ട്, അല്ലേ ആടുകളുടെ കരച്ചിൽ, കോഴിയുടെ കൂവൽ. ആടിൻ്റെ കരച്ചിലും കോഴിയുടെ കൂവലും ഒക്കെ പിന്നെ സഹിക്കാം. ഇത് അപ്പോൾ നമ്മളെന്തോ പറഞ്ഞു വന്നേ, ഇരുമ്പ് ചീനച്ചട്ടിയുടെ. അപ്പോൾ ഞാൻ ഇരുമ്പ് ചീനച്ചട്ടി മയക്കിയ വീഡിയോ കണ്ടിട്ടാണ് ഇത് നല്ലതാണ്, ബെൻസി ചേച്ചി കാണിച്ചു, ബെൻസി ചേച്ചി മേടിച്ചു, അല്ലെ ബെൻസി മേടിച്ചു എന്നും പറഞ്ഞ് നിങ്ങൾ മേടിക്കരുത്. അങ്ങനെയുള്ള അബദ്ധം പറ്റാതിരിക്കാനാണ് ഞാനത് നിങ്ങളെ കാണിച്ചത്. യാതൊരു കാരണവശാലും നിങ്ങൾ ആ തരത്തിലുള്ള ചീനച്ചട്ടി മേടിക്കരുത്. നല്ല കട്ടിയുള്ള മേടിക്കാൻ കിട്ടും. എനിക്കിനി അത് മേടിക്കണം, അതേ മേടിക്കാവൂ. അത് മനസ്സിലാക്കിക്കാൻ വേണ്ടിയാണ് അന്ന് ഞാൻ ആ വീഡിയോ ഇട്ടത്. അതുപോലെ തന്നെ ഇപ്പോൾ എനിക്ക് പറ്റിയൊരു അബദ്ധവും ഞാൻ നിങ്ങളടുത്ത് ഷെയർ ചെയ്യുന്നത്, നിങ്ങൾ പലരും കൃഷി ചെയ്യുന്നവരായിരിക്കാം, ആദ്യമായിട്ട് ചെയ്തു വരുന്നവരായിരിക്കാം. അങ്ങനെയുള്ളൊരു അബദ്ധം പറ്റാതിരിക്കാൻ വേണ്ടിയാണ് പറഞ്ഞു വരുന്നത്. എന്താണെന്ന് വെച്ചാൽ, അത്യാവശ്യം തൈയൊക്കെ നന്നായിട്ട് വളർന്നു. അപ്പോൾ എൻ്റെ മനസ്സിലൊരാഗ്രഹം, ഇത്തിരി വളം ഒന്ന് ഇട്ട് കൊടുത്താലോ, അങ്ങനെ ഒരു ആഗ്രഹം. കാരണം
അങ്ങനെ വളക്കടയിൽ പോയി ഞാൻ ചോദിച്ചത് എല്ലുപൊടിയാണ്. പക്ഷേ എനിക്ക് എല്ലുപൊടി കിട്ടിയില്ല. അവിടെ ആകെയുള്ളത് ജൈവവളവും വേപ്പിൻ പിണ്ണാക്കും. അപ്പം ഞാൻ വിചാരിച്ചു ജൈവ കൃഷി എന്നൊക്കെ കേട്ടിട്ടുണ്ട്, അപ്പോൾ ജൈവവളം നല്ല വളമായിരിക്കും അങ്ങനെയൊക്കെയുള്ളൊരു ചിന്തയോടെ. പക്ഷെ അത് മേടിച്ചപ്പോഴേ അവിടുത്തെ ആ തന്ന ആൾ പറഞ്ഞു ജൈവവളം എന്നൊക്കെ പേരേ ഉള്ളൂ കേട്ടോ, ഇപ്പോൾ ഇതിനകത്ത് കുറേ കെമിക്കലുകളൊക്കെ വരുന്നുണ്ട്, അതുകൊണ്ട് സൂക്ഷിച്ചൊക്കെ ഇടാവൂന്ന് പറഞ്ഞായിരുന്നു. എങ്കിലും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ജൈവവളമൊക്കെ എങ്ങനെയാണ് കെമിക്കൽ വരുന്നത്? ജൈവകൃഷിയും ജൈവവളവും ഇതാണ് എൻ്റെ തലയിലിരിക്കുന്നത്. എന്തായാലും വേപ്പിൻ പിണ്ണാക്കും ജൈവവളവും മേടിച്ചുകൊണ്ട് വന്നു. എൻ്റെ ദൈവമേ, ജൈവവളത്തിൻ്റെ സ്മെല്ല് അപാരമാണ്. കൊണ്ടുവന്നിട്ട് കാർപോർച്ചിലാണ് വെച്ചത്. കാർപോർച്ചി വെച്ചിട്ട് പോലും ഞങ്ങളുടെ അകത്തെ റൂമിനകത്ത് മൊത്തം അതിൻ്റെ സ്മെല്ല്, സിറ്റൗട്ടിൽ ഇരിക്കാൻ പോലും വയ്യ. അത് ഒരു മാറ്റർ. അങ്ങനെ മേടിച്ചുകൊണ്ട് വന്നിട്ട് കാർപോർച്ചിൽ വെച്ച് പിറ്റേന്ന് രാവിലെ നോക്കിയപ്പോൾ ഉണ്ട് സഞ്ചി ഒരിടത്ത്, വളം വേറെ ഒരിടത്ത്. കാരണം ഇവിടെ രാത്രിയാകുമ്പോൾ മുറ്റത്ത് ഭയങ്കര പട്ടിശല്യമാണ്. ഈ പട്ടികൾ ഇതെല്ലാം കൂടെ വലിച്ച് നിരത്തി ആ വളമെല്ലാം കൂടെ അവിടെ ഇവിടെയായിട്ട് കിടപ്പുണ്ട്. പിന്നെ ഒരു വിധത്തിൽ ഞാൻ മൂക്കൊക്കെ പൊതിഞ്ഞ് അതിനെ ഒരുമിച്ച് കൂട്ടി വെച്ചു. എന്നിട്ട് മനസ്സിൽ ഒരാഗ്രഹം, എന്തായാലും ഒരു കാര്യം ചെയ്യാം, കുറേശ്ശെ വളം ഓരോന്നിൻ്റെ മൂട്ടിലൊന്ന് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഞാൻ നന്നായിട്ട് തഴച്ച് വളർന്നുകൊണ്ടിരുന്നേ ഉണ്ടമുളവെന്ന് പറയും, ഒടങ്കല്ലി മുളവെന്ന് പറയും, അതിൻ്റെ മൂട്ടിൽ ഇച്ചിരി ഇട്ട് കൊടുത്തു. പിന്നെ ഒരു ഗ്രോ ബാഗിനകത്ത് പീച്ചിലാണോ ചൊരക്കയാണോ എന്തുവാണെന്നറിയില്ല, അതും നന്നായിട്ട് കയറി വരുന്ന കയറിനകത്ത് അതിനകത്തും കുറച്ചിട്ട് കൊടുത്തു. കുറച്ച് എല്ലാത്തിലും ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ തൊട്ട് ഒരു 2 ദിവസം കഴിഞ്ഞപ്പം എൻ്റെ ആ ഗ്രോ ബാഗിൽ വളർന്ന് നിന്നത് നന്നായിട്ടങ്ങ് വാടിപ്പോയി. ഞാൻ കാണിക്കാം നിങ്ങളെ. ഇതാണ് ഞാൻ ഗ്രോ ബാഗിൽ നിർത്തിയതെന്ന് പറഞ്ഞു. ഇതിനി എനിക്ക് തോന്നുന്നില്ല എത്ര വെള്ളം ഒഴിച്ചാലും ഇനി ഇത് നന്നായിട്ട് വരുമെന്ന്. കാരണം അത് മൊത്തത്തിലങ്ങ് വാടിപ്പോയി. ഇത് കണ്ടോ, തഴച്ച് വളർന്ന ഒരു മുളക് തയ്യ, ഉണ്ടമുളക്, ഉടംകൊല്ലി മുളകെന്ന് പറയും. നല്ല മണമുള്ള മുളകുണ്ടല്ലോ. ഇത് ഞാൻ നന്നായി കഴിവതും ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് ഇങ്ങനെയൊന്ന് നന്നാക്കി എടുക്കാൻ. നന്നായിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് കുറച്ച് ആ അടിയിലിട്ടിരുന്ന വളമൊക്കെ മാറ്റി വേറെ മണ്ണിട്ടൊന്ന് സൈഡിലോട്ടൊക്കെ ഒതുക്കി കൊടുത്തു. സത്യം പറഞ്ഞാൽ നല്ല രീതിയിൽ വളർന്നിട്ട് ഇതൊക്കെ നശിച്ചു പോകുന്ന കാണുമ്പോൾ ഭയങ്കര സങ്കടം കേട്ടോ. ഈ തക്കാളി ചെറുതായിട്ടൊരു വാട്ടമുണ്ട്, അബദ്ധമെന്ന് പറഞ്ഞാൽ മതി. ഏതായാലും ഇതിനൊന്നും കുഴപ്പമില്ല. ഈ മുളവിനും ഇത്തിരി ഇട്ട് കൊടുത്തായിരുന്നു, പക്ഷെ കുഴപ്പമില്ല ഇതുവരെ. എന്നാലും ഞാൻ അധികം ഒന്നും ഇട്ട് കൊടുത്തില്ല, ഇത്തിരിയേ ഇട്ട് കൊടുത്തുള്ളൂ. അപ്പോൾ പിന്നെ എനിക്ക് മനസ്സിലായി, നമ്മൾ എന്ത് വളം ഇട്ടാലും, സാധാരണ ചാണകമൊക്കെ ഞാൻ മേളിലോട്ട് ആ തൈയുടെയൊക്കെ മേളിലോട്ട് ഇത്തിരി ഇട്ട് കൊടുക്കത്തേ ഉള്ളൂ. അതുപോലാണ് ഇതും ഇട്ടത്. എനിക്ക് മനസ്സിലായ ഒരു കാര്യം, നമ്മൾ എന്ത് വളം ഇട്ടാലും കുറച്ച് മണ്ണ് മാറ്റി അതിനകത്തിട്ടിട്ട് മണ്ണിട്ട് മൂടുന്നതാണ് ഏറ്റവും നല്ലത്. ഞാൻ ഈ പറയുന്ന വീഡിയോ കാണാൻ അനേകം കൃഷി നന്നായിട്ട് ചെയ്യുന്നവരുണ്ട്. കാരണം ഓരോ സമയത്തും ഞാൻ കൃഷിയുടെ കാര്യങ്ങൾ പറയുമ്പോൾ നല്ല രീതിയിൽ പറഞ്ഞു തരുന്നവരുണ്ട്. അപ്പം അവർ ഈ വീഡിയോ കണ്ടിട്ട് ഞാൻ ചെയ്തത് തെറ്റാണോ അതോ ഇങ്ങനെ തന്നെയാണോ ചെയ്യുന്നത്, വളത്തിൻ്റെ പ്രശ്നമാണോ എന്ന് പറയണം. ചൂട് കൊണ്ടാണെന്ന് ഞാൻ സമ്മതിക്കില്ല. കാരണം രാവിലെയും വൈകിട്ടും നന്നായിട്ട് ഞാൻ നനയ്ക്കും. നല്ല രീതിയിൽ അത് ചെടിയുടെ മൂട് മാത്രമല്ല അയ്യ മുഴുവനാണ് ഞാൻ ഒസിട്ട് വെള്ളമൊഴിച്ച് നനയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്ര പച്ചപ്പോടെ ഈ തൈയൊക്കെ നിൽക്കുന്നത്. ഇനി പറയാൻ പോകുന്നത്, അപ്പോൾ അതിച്ചിരിയല്ലേ ഇട്ടുള്ളൂ, ബാക്കിയുള്ള ജൈവവളം മുറ്റത്ത് കിടന്ന് ഭയങ്കര നാറ്റവും എന്നും രാത്രി പട്ടി അവിടെ ആണെന്ന് തോന്നുന്നു അതിൻ്റെ സഞ്ചാരം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു കാര്യം ചെയ്യാം, അയ്യത്ത് ചെറിയ ചെറിയ ഓരോ കുഴികൾ എടുത്തിട്ട് അതിനകത്തിട്ട് ഈ വളമിട്ട് മൂടാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചെറിയ ചെറിയ കുഴികളെടുത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, നമ്മൾ ഇത്തിരി കല്ല് കെട്ടി പൊക്കത്തിന് അപ്പുറ സൈഡിൽ. അപ്പോൾ ഓരോ കുഴികളായിട്ട് ആ പറമ്പിൽ എടുത്തിട്ട് അതിൽ നിന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങുന്ന വഴിക്ക് ബോംബെയിൽ വെച്ച് എൻ്റെ വലത്തെ കാലിലായിരുന്നു പ്രശ്നം. മുട്ടിന് ഫ്ലൂയിഡൊക്കെയാണെന്ന് പറഞ്ഞത്. ഇപ്പോൾ എൻ്റെ വലത്തെ കാലിന് ഒരു പ്രോബ്ലം ഇല്ല, ഇടത്തെ കാലിനാണ്. ഇറങ്ങിയ വഴിക്ക് ഇടത്തെ കാലൊന്നുളുക്കി 2 ദിവസം ഞാൻ തീർത്തും കട്ടിലിലായിരുന്നു. നിങ്ങളിപ്പോൾ വിചാരിക്കും വേണ്ടാത്ത പണിക്കൊക്കെ എന്തിനാ പോകുന്നത്. എൻ്റെ വ്ളോഗ് കാണുമ്പോൾ എൻ്റെ ചേച്ചിമാരും എന്നെ വഴക്ക് പറയും, നിനക്ക് കാലുവേദനയാണെന്നും പറയും, കഷായം കുടിക്കുന്നെന്നും പറയും, നിനക്ക് അടങ്ങിയിരുന്നൂടെ, നീ ഇതൊക്കെ ചെയ്യാൻ പോകുന്നത് എന്തിനാവുമ്പോൾ ചെയ്താൽ പോരെയെന്ന്. ശരിയാണ്, പക്ഷേ ഒരാഗ്രഹം മനസ്സിലിങ്ങനെ കിടക്കും. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഈ തയ്യൊക്കെ ഇത്രയൊക്കെ വളർത്തി വലുതാക്കിയപ്പോൾ രാവിലെ കുറേ സമയം എനിക്ക് അതുങ്ങളുടെ അടുത്ത് പോയി നിന്ന് ഓരോ ഇലയും തൊട്ട് കാര്യം പറയും. വൈകിട്ടാണെങ്കിലും അതുപോലെ കുറേ സമയം ഞാൻ അവരുടെ കൂടാണ് സ്പെൻഡ് ചെയ്യുന്നത്.
അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ തീർത്തും അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയാണ്ടാണ് അതുങ്ങളുടെ അടുത്ത് ഞാൻ പോയി നിൽക്കുന്നത്. അങ്ങനെ ഇറങ്ങിയ വഴി കാല് ഉളുക്കി ഭയങ്കര വേദനയായിരുന്നു. പിന്നെ എനിക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല. ഒരു വിധത്തിലാണ് ബെഡ്റൂം വരെ എത്തിയതെന്ന് തന്നെ പറയാം. എനിക്ക് തോന്നുന്നു സ്ട്രെച്ചർ ഉണ്ടെങ്കിൽ അതിൽ എടുത്തുകൊണ്ട് പോകേണ്ട ഒരവസ്ഥയായിരുന്നു. 2 ദിവസം തീർത്തും കിടപ്പായിരുന്നു. ഇപ്പം എന്താ ഇത്രയും നേരം നിൽക്കുന്നു, നല്ല വേദനയുണ്ട് കാലിന്. ഞാൻ ആദ്യം സിറ്റ് ഔട്ടിൽ പോയിരുന്നു ഇൻട്രോ എടുക്കാമെന്ന് വെച്ചപ്പോൾ അതുവഴി വണ്ടിയൊക്കെ പോകുന്ന ഭയങ്കര സൗണ്ട്. അങ്ങനെ പിന്നെ ഇവിടെ വന്ന് നിൽക്കുന്നത്. ഞാൻ ഈ പറഞ്ഞത് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാൻ വന്ന കാര്യം, നമ്മൾ വളം ഇടുമ്പോൾ വളരെ സൂക്ഷിച്ച് വേണം ഇടാൻ. ഇനി മേലാൽ ഞാൻ ജൈവവളം മേടിക്കത്തില്ല. എല്ലാ ജൈവവളങ്ങളും ഇങ്ങനാണോ അതോ ഞാൻ ഇട്ടതിൻ്റെ തെറ്റാണോ ഒന്നും അറിയത്തില്ല. ഞാൻ അധികം ഒന്നും ഇട്ടിട്ടില്ല. ഇത്തിരിച്ച മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ. എൻ്റെ കോവൽ കണ്ടോ, നല്ലതുപോലെ പന്തലിൽ കയറിയിട്ടുണ്ട്. അങ്ങ് മേളിൽ കയറി പന്തൽ വീശി. എന്തായാലും എൻ്റെ നിത്യവഴുതനയ്ക്ക് കുഴപ്പമില്ല കേട്ടോ. അതും ഞാനൊരു ഇത്തിരിയും ഒന്ന് ഇട്ട് കൊടുത്തായിരുന്നു. എന്തായാലും കുഴപ്പമില്ല. പന്തലിലോട്ട് എത്താറായി. അതും അല്ല, പന്തലിൽ കയറി. അതിനേക്കാൾ ഏറ്റവും വലിയ സങ്കടം എന്ന് പറയുന്നത്, ഞാനൊരു 13-14 ഗ്രോ ബാഗുകളിലായിട്ട് ചെറിയ തൈകൾ പിരിച്ച് നട്ടായിരുന്നു. ഏറ്റവും കൂടുതൽ വഴുതനയാണ് കേട്ടോ. അത് നല്ല രീതിയിൽ വളർന്നു വരുമായിരുന്നു. കാരണം തൈ മാറ്റിയ ശേഷം ഞാൻ വെയിലത്തല്ല വെച്ചിരുന്നത്, കാർപോർച്ചിലാണ് വെച്ചിരുന്നത്. കുറേ ദിവസങ്ങൾ കാർപോർച്ചിൽ തന്നെ വെച്ചിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ആ തണലത്തിരിക്കുന്നത് കൊണ്ടും നല്ല വെള്ളം കിട്ടുന്നത് കൊണ്ടും അത്യാവശ്യം വെയിലുള്ളത് കൊണ്ടും നന്നായിട്ട് വളർന്നു വരുമായിരുന്നു. ഈ ജൈവവളം കൊണ്ട് വെച്ചെടുത്ത് വന്ന ഈച്ചകളും പ്രാണികളും പക്കികളും, പേറിയാത്ത പലതരത്തിലുള്ള ഈച്ചകളും ഉറുമ്പുകളും എന്തൊക്കെയാണോ അതെല്ലാം കൂടെ അവിടെ കിടന്ന ആ ജൈവവളത്തിൻ്റെ അവിടെ വെച്ചിരിക്കുകയായിരുന്നു. ആ കാർപ്പൂർച്ചി വെച്ചിരിക്കുകയായിരുന്നല്ലോ ഈ ഗ്രോ ഭാഗം. എൻ്റെ തൈകളും മൊത്തം നശിച്ചു പോയെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നില്ല ഇനി അത് നല്ല രീതിയിൽ കയറി വരുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. ആകെ കുരുടിച്ചതുപോലെയും ഇലയ്ക്കകത്തൊക്കെ പല ഡിസൈനാണ്. ഞാൻ കാണിക്കാം. എനിക്ക് വലിയൊരബദ്ധം. എനിക്ക് ഭയങ്കര സങ്കടം എൻ്റെ തൈകളെ കാണുമ്പോൾ. ഈ ഒരു അവസ്ഥയായിപ്പോയില്ല. കാരണം നന്നായിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് നല്ല രീതിയിൽ നട്ട് വളർത്തി നല്ല രീതിയിൽ വരുമായിരുന്നു. എന്തായാലും ഞാനിപ്പോൾ കാർപോർച്ചിൽ നിന്ന് മാറ്റി അതുങ്ങളെ പുറത്തോട്ട് വെച്ചിട്ടുണ്ട്. ഇതാ കണ്ടോ എൻ്റെ ചെടികളുടെ അവസ്ഥ. അതിനകത്ത് ഇപ്പോഴും ഓരോ ഉറുമ്പുകൾ പല രീതിയിലുള്ളതൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ എനിക്ക് ഒന്നുകൂടെ ഒന്ന് പരീക്ഷിച്ച് നോക്കണം. പുളിപ്പിച്ച കഞ്ഞിവെള്ളത്തിൽ ഇച്ചിരി ചാരം കലക്കി ഒന്ന് തളിച്ച് നോക്കണമെന്ന് വിചാരിക്കുക. കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ. കണ്ടോ എത്രയൊക്കെ നനച്ചിട്ടും അതിനകത്തെ ആ കീടശല്യം. ആ ജൈവവളം മേടിച്ച പിന്നെ കേട്ടോ, അതിനു മുമ്പ് ഇങ്ങനെ ഒരു പ്രശ്നമേ ഇല്ലായിരുന്നു. കണ്ടോ ഇത് നല്ലപോലെ പൂത്ത് വന്നൊരു മുളകാ, വാടി നിൽക്കുക. ഈ മുളക് തൈയുടെ മൂട്ടിൽ നിൽക്കുന്ന സംഭവമാണിത്. എന്താണെന്ന് എനിക്കറിയില്ല. പടവലമാണോ ഒരൈഡിയ ഇല്ല. എന്തായാലും മറ്റേ ആ ഗ്രോ ബാഗ് ഞാൻ കാണിച്ചില്ലേ, അതിനകത്തെ സൈഡിലോട്ട് ഇതൊരെണ്ണം പിരിച്ച് നടാമെന്ന് വിചാരിക്കുക. അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞു ഉദ്ദേശിച്ചത് ഇതൊരു വീഡിയോ ആക്കാൻ കാര്യം, ആദ്യമായിട്ട് കൃഷി ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ. എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഏത് വളം ഇട്ടാലും കുറച്ച് മണ്ണ് മാറ്റിയിട്ട് അതിനകത്തിട്ടിട്ട് ഈ മണ്ണിട്ട് മൂടുന്നതാണ് ഏറ്റവും നല്ലത്. ചെടിയോട് ഞാൻ അടുപ്പിച്ചൊന്നും അല്ല ഇട്ടത് കേട്ടോ, അതെനിക്കറിയാം. ഏത് വളം ഇട്ടാലും മൂട്ടിൽ നിന്ന് അകറ്റിയിടണമെന്നൊക്കെ എനിക്കറിയാം. ഞാൻ അകറ്റി തന്നെയാണ് ഇട്ടത്. എന്നിട്ടും ഇങ്ങനെ സംഭവിച്ചു. ഇനി മേലാൽ ഞാൻ ജൈവവളം മേടിക്കില്ല. അത് നിങ്ങൾ അറിയാവുന്നവർ പറഞ്ഞു തരണം ഞാൻ ഈ പറയുന്നത് തെറ്റാണോ ശരിയാണോ എന്ന് കേട്ടോ. പിന്നെ ഞാനിപ്പോൾ ചെടി വളരാൻ വേണ്ടി ചെയ്യുന്ന ഒരു സംഭവമുണ്ട്. അത് ഞാൻ പ്രത്യേകം വീഡിയോ ആയിട്ടിടാം. ഭയങ്കര എഫക്റ്റീവാണ്. എനിക്ക് വളരെ നന്നായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണത്. അത് ഞാൻ ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ട് ഇടാം. നല്ല രീതിയിൽ ചെടി തഴച്ചു വളരാനായിട്ട് ഞാൻ ചെയ്യുന്ന ഒരു സംഭവം. അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്തുണ്ടെങ്കിലും അറിയിക്കാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യണം. മറ്റുള്ളവർക്കും ഷെയർ ചെയ്തു കൊടുക്കാൻ മറക്കരുത്. വീണ്ടും പുതിയ വീഡിയോയുമായി വരാം. ടിൽ ദെൻ ബൈ. ഗോഡ് ബ്ലെസ് യു.